എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ചെയ്യുന്ന പ്രാക്ടീസ് മാജിക് ചെക്കിനെ കുറിച്ചാണ് പറയുന്നത്. മാജിക് ചെക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. മാജിക് ചെക്ക് നമ്മൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടും സാധിക്കും. മാജിക് ചെക്ക് എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ പേ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരെഴുതുക. എന്നിട്ട് അതിൻ്റെ നേരെ തന്നെ ഒരു ബ്ലാങ്ക് സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ എത്ര എമൗണ്ട് വേണമെന്ന് എഴുതുക. ഡേ എന്നുള്ള സ്ഥലത്ത് ഇന്നത്തെ ഡേറ്റ് എഴുതുക. ടു ദ ഓർഡർ ഓഫ് എന്നുള്ള സ്ഥലത്ത് എത്ര രൂപ വേണമെന്നുള്ളത് അത് അക്ഷരത്തിൽ എഴുതിയിട്ട് ഫോർ വാട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നും കൂടി അതിലെഴുതി വയ്ക്കുക. അതായത് ഇപ്പോൾ നമ്മൾക്ക് 50 lakh റുപ്പീസാണ് വേണ്ടതെങ്കിൽ 50 lakh റുപ്പീസ് ഫോർ മാജിക് സ്കൂൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അവിടെ 4 കഴിഞ്ഞിട്ട് എന്താണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എഴുതുക എന്നുള്ളതാണ്. മാജിക് ചെക്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ മാജിക് ചെക്ക് എടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ എമൗണ്ട് കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാര്യത്തെ മനസ്സിൽ നല്ല പോലെ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് താങ്ക് യു എന്ന് പറയുക. ആ ചെക്കിനോട് നമ്മൾ താങ്ക് യു എന്ന് പറയാം. അത് ആ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അത്രയും സന്തോഷത്തോടു കൂടി ചെക്കിനോട് താങ്ക് യു എന്ന് പറയുന്നതാണ് പ്രാക്ടീസ്. ആ എമൗണ്ട് എഴുതുമ്പോൾ ആ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത മനസ്സിലുണ്ടാവണം. അത് എന്താണ് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യും വേണം ആ ചെക്ക് കയ്യിൽ പിടിച്ചിട്ട്. എന്നിട്ട് ആ ദിവസം പലവട്ടം ആ ചെക്ക് എടുത്ത് നോക്കി അത് വായിക്കുക. ചെക്കിൽ എഴുതിയിട്ടുള്ള കാര്യം വായിച്ച് അത് എമൗണ്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇതാണ് ഈ ദിവസത്തെ പ്രാക്ടീസ്.